ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗാർലിക് ചിക്കൻ ആണ്. എളുപ്പത്തിൽ നമുക്ക് ഗാർലിക് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഇത് ബോണുള്ള ചിക്കൻ ആണ്. നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനും എടുക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടായിരിക്കാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ചിക്കനിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ലെമൺ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതൊരു അരമണിക്കൂർ നേരം നമ്മൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് വേവിച്ചതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിൽ 1 വിസിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണയല്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി വെന്തതാണ്, അധികം വേവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിക്കൻ്റെ 2 സൈഡും ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇന്ത്യൻ വെളുത്തുള്ളി ആണെങ്കിൽ 2 കുടം വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചൈനീസ് വെളുത്തുള്ളിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ട് എടുക്കണം. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ടൊമാറ്റോ സോസാണ്. ഏകദേശം 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എത്രയാണോ ചിക്കൻ ഉള്ളത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചിക്കൻ വേവിച്ച കുക്കറിൽ വേവിച്ചെടുത്തിരുന്നു, അതിൽ നിന്ന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്രേവിക്ക് ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കോൺഫ്ലോറിൻ്റെ ആ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വേവിച്ച് വെച്ച ചിക്കനാണ്. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ സോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ 1 ടീസ്പൂണോളം ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാം.
ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും, ചപ്പാത്തി, നാൻ എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്